പ്രവീൺ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? വൈകുന്നേരത്തോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര കൊടിമരച്ചുവട്ടിലെത്തും. പലയിടങ്ങളിലും സുരക്ഷ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകുമ്പോൾ വലിയ തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കുറി മണ്ഡലകാലം വളരെ സമാധാനത്തോടുകൂടിയുള്ള ദർശനമാണ് ഭക്തന്മാർക്ക് നൽകിയത്. മകരവിളക്കിലും ആ തിരക്ക് കൂടി ക്രമീകരിച്ചാൽ 100-ൽ 100 മാർക്കും കൊടുക്കാം ഈ മണ്ഡലകാലത്ത് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ക്രമീകരണങ്ങൾക്ക്. എല്ലാ ഒരുക്കങ്ങളുമായോ പ്രവീൺ? ഗുഡ് മോർണിംഗ്, സ്വാമി ശരണം. ഗുഡ് മോർണിംഗ്, സ്വാമി ശരണം. അരുൺ ഇപ്പോൾ പറഞ്ഞൊരു വാക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടി, 100-ൽ 100 മാർക്കും കൊടുക്കണമെന്നുള്ളത്. അത് കൃത്യമായും ശരിയാണ്. കാരണം നാം കഴിഞ്ഞ മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വലിയ പരാതികളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഇക്കുറി മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം സമാപിക്കാൻ പോകുമ്പോൾ അങ്ങനെ വലിയ പരാതികളൊന്നും ഉയർന്നില്ല എന്ന് പറയാം. ഞാനിപ്പോൾ സന്നിധാനത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ മകരവിളക്ക് മകരവിളക്ക് ദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സന്നിധാനത്ത് കൊടിമരത്തിന് സമീപം തന്നെ ഇവിടെ അയ്യപ്പൻ്റെ ഒരു രൂപമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ രൂപങ്ങൾ ഇപ്പോൾ തന്നെ സന്നിധാനത്ത് നിറഞ്ഞു കഴിഞ്ഞു. ഭക്തി സാന്ദ്രമാണ് സന്നിധാനം. മനോഹരമായി ശ്രീകോവിലിന് സമീപം തന്നെ അയ്യപ്പൻ്റെ തിരുരൂപം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തയ്യാറാക്കിയ ആളുകളൊക്കെ ഇവിടെ ഭക്തിപൂർവ്വം തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ 3-നാണ് ക്ഷേത്രനട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇന്നിപ്പോൾ നാം എവിടെ നോക്കിയാലും പർണശാലകൾ തന്നെയാണ്. ഈ സന്നിധാനത്ത് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം പർണശാലകൾ കെട്ടി നൂറുകണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇന്ന് വൈകിട്ട് മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്നത്. അവർ എത്രയോ മണിക്കൂറുകളായി ഇങ്ങനെ അയ്യപ്പനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പർണശാലകളിൽ ഇന്നലെയൊക്കെ വലിയ വെയിലിലൊക്കെ അവർ അവിടെ തന്നെ കിടക്കുകയാണ്. ഇന്നിപ്പോൾ പുലർച്ചെ വലിയ തണുപ്പാണുള്ളത്. ആ തണുപ്പും അയ്യപ്പ ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുന്നു വൈകിട്ടത്തെ ആ മകരജ്യോതി ദർശനത്തിനായി. ഇന്ന് 2 ലക്ഷത്തോളം പേർ ഈ മകരജ്യോതി ദർശനത്തിന് സന്നിധാനത്തുണ്ടാകുമെന്നാണ് പോലീസിൻ്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഒരു വിലയിരുത്തൽ. അതിനനുസരിച്ച് തന്നെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്തേക്ക് എത്തുകയാണ്. 5 മണിക്ക് ശേഷം ശരംകുത്തിയിൽ ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തും. അവിടെ ആചാരപരമായിട്ടുള്ള സ്വീകരണമായിരിക്കും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നൽകുക. അതിനുശേഷം 6:15 വലിയ നടപ്പന്തൽ കഴിഞ്ഞ് 18-ാം പടിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും. ദേവസ്വം മന്ത്രി VN വാസവൻ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടെ കൊടിമരത്തിന് ചുവട്ടിൽ വെച്ച് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഈ തിരുവാഭരണം ഏറ്റുവാങ്ങി ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ 6:30-ക്ക് തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയായിരിക്കും ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് ഏവരും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം വരാൻ പോകുന്നത്. ഒരു 6:50 ആകുമ്പോഴേക്കും മകരവിളക്ക് ദർശനം അയ്യപ്പ ഭക്തർക്ക് സാധ്യമാകും. ഇപ്പോൾ ഞാനിപ്പോൾ ആ ദൃശ്യം കാണിച്ചു തരാം. മകരവിളക്ക് ദർശനമൊക്കെ സാധ്യമാകുന്ന ആ മലമുകൾ ഇതാ കാണുന്നതാണ്. അവിടെ ആയിരിക്കുമെന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ കണ്ണ് എന്നുള്ളത്. അതെ, പലയിടങ്ങളിൽ നിന്നാണ് ആ മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങൾ ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്നത് അല്ലേ. ആ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ശബരിമലയിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ബിജിലാൽ പറയുന്നു. ഒരുപാട് പ്രേക്ഷകർ ആ കാഴ്ച കാണുന്നുണ്ട്. നേരിട്ട് ശബരിമലയിൽ പോയി മകരവിളക്ക് കാണാൻ കഴിയാത്ത പ്രേക്ഷകർക്കായി റിപ്പോർട്ടർ TV സമഗ്രമായൊരു കവറേജാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രവീൺ, ആ സ്ഥലം ഒന്നുകൂടി ഒന്ന് കാണിക്കൂ. ആ സ്ഥലം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ഇടയ്ക്കൊന്ന് ഫ്രീസായി തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് നോക്കിയാൽ മകരവിളക്ക് കാണാൻ കഴിയും. ആ അകലത്തിൽ ഇങ്ങനെ 2-3 വട്ടം മകരവിളക്ക് തെളിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിൽ ഭക്തജനങ്ങൾ അവിടെ എത്തും. മകരജ്യോതി നക്ഷത്രവും ആ സമയത്ത് തെളിയും ആകാശത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ഭക്തിനിർഭരമായി ഭക്തർ കാത്തിരുന്ന ദിവസമാണ്. വിവിധയിടങ്ങളിൽ വിവിധ ആളുകൾ ഒഴുകിയെത്തുന്ന മകരവിളക്ക് ദർശനത്തിനായി പ്രിയപ്പെട്ട പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ടെന്നറിയാം.